ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എമ്രു ഉറക്കം എഴുന്നേറ്റ് എൻ്റെ ബോട്ടിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉറക്കമൊക്കെ കുറവാണ് കേട്ടോ, കാരണം വീട്ടിൽ എല്ലാവരും ഉള്ളത് കാരണം അവന് ഉറങ്ങാൻ നല്ല മടിയാണ്. ഉറങ്ങിയെങ്ങാനും പോയാൽ പിന്നെ നെട്ടി എഴുന്നേക്കലാണ്. അങ്ങനെ ഞാനിതാ അടുക്കളയിൽ വന്ന് നോക്കിയിട്ടുണ്ട്. കിച്ചണിൽ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്, എന്താണെന്ന് അറിയണ്ടേ. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഉമ്മായും വാപ്പായും നല്ല പണിയിലാണ്, കുക്കിംഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതും ഒരു സ്പെഷ്യൽ കറിയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, രാവിലെ അല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ കറിയാണ് ഇന്ന് ഉമ്മ ഉണ്ടാക്കാൻ പോകുന്നത്. അതാ ഒറട്ടിയൊക്കെ ചുടുന്നുണ്ട്. ഒറട്ടിയും ഇതാണ് ആ കറി. പൂവാർ സ്പെഷ്യൽ തേങ്ങാപ്പാൽ ഒഴിച്ച് മഞ്ചപ്പാൽ. എന്തോ മീനുമാ ഇത്? മാല ഇട്ടതാ, മാലയാ, മാലാവ്. കഴിഞ്ഞ ദിവസം നമ്മൾ കറങ്ങാൻ പോയിരുന്നു. അപ്പോൾ പോയപ്പം ഖത്തറിൻ്റെ നോർത്തിൽ പോയി, അൽ ഷമാൽ. അവിടെ പോയപ്പോൾ നമ്മൾ അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് കുറച്ച് മീൻ മേടിച്ചു. മാലാവ് എന്ന് പറയുന്ന മീനാണ് മേടിച്ചത്. മാലാവ് മാത്രമല്ല, മത്തിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാലാവ് വാപ്പ പറഞ്ഞു മഞ്ചപ്പാൽ വെക്കാമെന്ന്. കുറേ നാളുകൊണ്ട് വാപ്പ മഞ്ചപ്പാൽ വെക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മഞ്ചപ്പാൽ എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് പൂവാർ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാവരും വെക്കുന്ന ഒരു സ്പെഷ്യൽ, പൂവാർ മാത്രമല്ല തമിഴ് പീപ്പിൾസും ഒക്കെ വെക്കുന്ന ഒരു കറിയാണ് മഞ്ചപ്പാൽ. ഫിഷിലാണ് വെക്കുന്നത്. ഇത് ചിക്കൻ കറി വെക്കുന്ന പോലെ നമ്മൾ ഫിഷ് കറി വെക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ കോമൻറ്റ് ചെയ്യുക, ഞാൻ വേറൊരു വീഡിയോയിൽ റെസിപ്പി ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഉമ്മതാ നല്ല അടിപൊളി മഞ്ചപ്പാൽ വെച്ചിട്ടുണ്ട്, ഒറട്ടിയും ചിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമേ കഴിച്ചു, ഇനി വെച്ച ആൾ കഴിക്കണമല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി എന്ന് പറയുന്നത്. നമ്മൾ ചിക്കൻ കഴിക്കുന്ന പോലെ നമുക്ക് തോന്നും. നല്ല അടിപൊളി മീനൊക്കെ ഉണ്ടെങ്കിൽ ഈ കറി വെച്ചാൽ നമുക്ക് പലഹാരത്തിൻ്റെയോടൊപ്പം കഴിക്കാം കേട്ടോ. അത് നമ്മൾ സാധാ ചോറിന് കഴിക്കുന്നതിനേയും കാട്ടി നമുക്ക് ഒറട്ടി, ചപ്പാത്തി, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉമ്മ ഫിഷ് കറിയൊക്കെ എടുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ലഞ്ചിനുള്ള പരിപാടികൾ തുടങ്ങണം. അപ്പോൾ ലഞ്ചിന് ഇന്നും ഫുള്ളും ഫിഷാണ്. അപ്പോൾ മത്തിയുണ്ട്, മാലാവുണ്ട്, അപ്പോൾ അത് ഫ്രൈ ചെയ്യണം. പിന്നെ കറി നമ്മൾ വിചാരിച്ചു ഇതൊക്കെ ഉള്ളത് കാരണം ഇത് ചോറിന് കഴിക്കാൻ പറ്റില്ല, രസം ഇന്ന് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കെപ്പോഴും രസം വയ്ക്കലാണോ പണിയെന്ന്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് രസമാണ് ഇന്ന് വയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. സിമ്പിൾ രസമാണ്, കുറച്ച് സ്പൈസി രസമാണ് കേട്ടോ. സ്പൈസ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും, അങ്ങനത്തെ രസമാണ്. പിന്നെ ഞാനാണെങ്കിൽ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും കൂടെ എടുത്ത് ഞാൻ കഴിച്ചതിന് ശേഷം ചായ കുടിക്കുകയാണ്. സാധാരണ ഞാൻ ചായയൊന്നും കുടിക്കാറില്ല. പിന്നെ ഉമ്മ വന്ന് നിന്ന് ഇങ്ങനെയാണ് ഗൈസ്, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ രാത്രിയാണെങ്കിലും എപ്പോഴാണെങ്കിലും ചായ കുടിക്കേണ്ടി വരും. ചായ ഇടുമ്പോൾ ഞാൻ പിന്നെ അങ്ങ് കുടിച്ചു പോകും, അതാണ് സംഭവം. അങ്ങനെ എല്ലാവർക്കും ചായ ഇട്ട് കൊടുത്ത് എല്ലാവരും ചായയൊക്കെ കുടിച്ചു. പിന്നെ എമ്രു ആണെങ്കിൽ ഇവിടെ ഇരുന്ന് ഭയങ്കര, ഇപ്പം എന്താണ് അവൻ വളർന്നു വരികയില്ലേ, അതുകൊണ്ട് ഭയങ്കര അലുമ്പാണ്, ഭയങ്കര വാശിയൊക്കെയാണ് കേട്ടോ. ഇപ്പം പിണക്കവും നിങ്ങൾ കണ്ടു നോക്കുക, അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ചുണ്ട് നോക്ക്, പിണങ്ങി. എന്റെ കുഞ്ഞു പിണങ്ങിയേ. സംഭവം വേറെ ഒന്നല്ലേ, എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഉറക്കം തെളിഞ്ഞിട്ടില്ല, ഉറങ്ങി എഴുന്നേറ്റ് വന്നതാണ്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നാണെങ്കിൽ കൊടുത്തില്ലെങ്കിലും അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ചാലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. ഇങ്ങനെ പിണങ്ങി തെറിക്കേറി കിടക്കും കേട്ടോ, ഭയങ്കര ദേഷ്യമാണ്, ഇങ്ങനെ അടിക്കും. ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ പരിപാടി ഇപ്പോഴും. ദേഷ്യത്തിൽ എൻ്റെ അടുത്ത് വരെയാണ്, ഉറക്കം തെളിയാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇവന് ഇനിയിപ്പോൾ ഉറക്കണം. അങ്ങനെ എമ്മുറിനെ ഞാൻ ഉറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മെയിൻ പരിപാടി രസം വയ്ക്കലാണ്. അപ്പം ഈ രസം വയ്ക്കാൻ ഒരുപാട് ചെറിയ ഉള്ളി വേണം കേട്ടോ, കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളകില്ലേ, നമ്മുടെ റെഡ് ചില്ലി, ഉണക്കിയ വറ്റൽ മുളക്, അതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കഴുകി വെച്ച ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളകും കൂടെ നല്ല രീതിയിൽ എണ്ണയിലിട്ട് വഴറ്റി എടുക്കണം കേട്ടോ. നിറം മാറുന്നത് വരെ നിങ്ങൾ ചെയ്യണം, അപ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ രസം വയ്ക്കുമ്പോൾ കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടു, പിന്നെ നല്ല രീതിയിൽ വഴറ്റുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ ഉമ്മ കുക്കറിൽ ചോറ് ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചോറ് വേവുമല്ലോ, അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇത് കളർ മാറി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ, ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചൂട് പോയതിന് ശേഷം മാത്രം മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇത് ചൂട് പോകണമല്ലോ, അതുവരെയും എന്തെങ്കിലും
കഴിക്കാമെന്ന് വിചാരിച്ചു, കഴിക്കാമെന്നല്ല കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ബലതനയുടെ നെക്ടർ, നമ്മുടെ മാംഗോ ജ്യൂസാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ. ഇതിന് നല്ല തിക്കാണ് ഈ ഒരു ജ്യൂസിന്. അപ്പോൾ നല്ല കട്ടിയുണ്ട്, അതുപോലെ തന്നെ നല്ല മധുരമുണ്ട്. ഷുഗർ പേഷ്യൻസിനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാംഗോ ജ്യൂസും കുടിച്ചു. അപ്പോഴത്തേക്കും മാറ്റി വെച്ച ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിന് മുന്നേ വേറൊരു പരിപാടിയുണ്ട്. നമ്മുടെ മത്തിക്കുട്ടനെ ഒന്ന് പൊരിക്കാൻ വേണ്ടി മസാലയൊക്കെ ഇടണം. മസാല ഇടാൻ വേറൊന്നുമില്ല, ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരകം, പിന്നെ ഇടയ്ക്ക് തൈരോ അല്ലെങ്കിൽ ലെമണോ ഒക്കെ ഉണ്ടെങ്കിൽ അതും പിഴിഞ്ഞിടും കേട്ടോ. പിന്നെ ഉപ്പിടില്ല, കാരണം ഓമൻ മത്തിയാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒരെണ്ണം ലാഭമായി കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചാളയിൽ ഉപ്പൊക്കെ നമ്മൾ ഇടണമല്ലോ. ഇതിൽ ഓൾറെഡി ഉപ്പുള്ളത് കാരണം ഉപ്പിൻ്റെ ആവശ്യമില്ല. ആദ്യമൊക്കെ ഞാൻ വരുന്ന സമയത്തിൽ ഉപ്പിടുമായിരുന്നു, അപ്പോൾ പിന്നെ വായിൽ വെക്കാൻ പറ്റില്ല, ഭയങ്കര ഉപ്പായിരിക്കും, മീനിലും കൂടെ ഉപ്പുള്ളത് കാരണമേ. അങ്ങനെ ചില സമയം മറന്നുപോയി ഉപ്പിടാറുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ശീലമായി, മത്തി മേടിച്ച് അങ്ങനെ മീൻ നമ്മൾ പൊരിക്കാനുള്ളത്, ഫ്രൈ ചെയ്യാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടി അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് നേരം ഇരിക്കട്ടെ. ആ ഗ്യാപ്പിൽ ഇനി നമുക്ക് കുറച്ച് കത്തിരിക്കയും കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരമല്ല പെരിഞ്ചീരകം, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മത്തി ചിലപ്പോൾ ഇത് കുറച്ച് വലിയ മത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു മത്തി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മാക്കൊന്നും അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ, ഉമ്മാക്കും പിന്നെ എൻ്റെ ഹസ്ബൻഡിന് കത്തിരിക്ക ഇഷ്ടമാണ്. ഹസ്ബൻഡ് മീനൊക്കെ കഴിക്കും, എന്നാലും മത്തി ഫ്രൈ ചെയ്താൽ കഴിക്കും, എന്നാലും കത്തിരിക്ക ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കത്തിരിക്ക ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ കത്തിരിക്കയും മാരിനേറ്റ് ചെയ്തു, അതുപോലെ തന്നെ മത്തിയും മാരിനേറ്റ് ചെയ്തു. ഇത് നമ്മുടെ മാലാവ് മീൻ 2-3 അത് മാരിനേറ്റ് ചെയ്തു. പിന്നെ മത്തിയുടെ തലയാണ് കേട്ടോ. അപ്പോൾ തല വേണമെന്ന് പറഞ്ഞപ്പോൾ തലയും കൂടെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ഒരു സംഭവം നിങ്ങൾ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ മാലാവിൻ്റെ മുട്ട കേട്ടോ, അതും ഫ്രൈ ചെയ്യാൻ വേണ്ടി വച്ചതാണ്. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ചൂടാറിയ വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ഇനി മിക്സിയിലിട്ട് അടിക്കണം. അടിക്കുന്ന സമയത്ത് കുറച്ച് പുളി ഇടണം കേട്ടോ. കുറച്ച് ആവശ്യത്തിനുള്ള പുളി ഇട്ടിട്ട് അതും കൂടി ഇട്ട് അടിച്ചാൽ മതി. പിന്നെ വെള്ളം ഇത്തിരി പോലും ചേർത്തോ, എങ്കിലേ അത് അടിച്ച് വരാം, നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഒറ്റ തവണ ഒന്ന് മിക്സിയിൽ അടിച്ചാൽ മതിയാവും കേട്ടോ. നല്ല പേസ്റ്റ് ആക്കരുത്, എങ്കിലേ രസം ഞാൻ വയ്ക്കുന്ന ഈ ഒരു സ്പൈസി രസം കാണാനും ഭംഗി കാണുള്ളൂ, ടേസ്റ്റും വരത്തുള്ളൂ. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ആദ്യം കത്തിരിക്ക തന്നെ ഫ്രൈ ചെയ്യാം. കാരണം കത്തിരിക്ക ഫ്രൈ ചെയ്തതിന് ശേഷം മീൻ ഫ്രൈ ചെയ്യാം. ആ സെയിം ഓയിലിൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഇത് ഒലിവാണ് കേട്ടോ, ഒലിവ് ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒലിവാണല്ലോ ഹെൽത്തി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡെയിലി ഒലിവിലൊക്കെ ആയിരിക്കും ഹെൽത്തി ആയിട്ടൊക്കെ ആയിരിക്കും കഴിക്കണേന്ന്. അങ്ങനെയൊന്നും അല്ല. ഇന്നിപ്പം ഞാൻ വിചാരിച്ചു ഒലിവിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കത്തിരിക്കയൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഇനി മീൻ പൊരിക്കണം. അപ്പം മീൻ വയ്ക്കാൻ പോകുന്ന ടൈമിലാണ് എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് വന്നിട്ട്, പെട്ടെന്ന് പോകണം, അത്യാവശ്യമുണ്ടെന്നും പറഞ്ഞ് വിളിച്ചത്. 3 മണിക്ക് മുന്നേ തന്നെ പോകണം. ഇപ്പോൾ സമയം 1 മണിയായി. അപ്പോൾ തന്നെ ഞാൻ ഫ്രഷായിട്ടില്ല, എമറൂനെ ഫ്രഷാക്കിയിട്ടില്ല, കാരണം ഇപ്പോൾ തണുപ്പല്ലേ, അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവനുള്ള ഫുഡ് എടുത്ത് വെക്കണമെന്ന് പിന്നെ അങ്ങോട്ട് ചറപറാന്നായിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കി കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങോട്ട് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആവലായിരുന്നു കേട്ടോ. പിന്നെ ഈ രസം ജസ്റ്റ് ഒന്ന് നിങ്ങൾ താളിച്ച്, എണ്ണ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കരിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് താളിച്ച് നമ്മൾ അടിച്ചു വെച്ചതും കൂടെ ചേർത്തെടുത്താൽ മതി കേട്ടോ, രസം റെഡിയാവും. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് എമ്മുറിന് ആഹാരവും കൊടുത്തു, ഞാനും കുറച്ച് രസവും കത്തിരിക്കയും കൂടെ വെച്ച് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ വേഗം റെഡിയായി പുറത്ത് പോവുകയാണ്. കാറ് ചെറിയൊരു ഇൻഷുറൻസ് കമ്പനിയിലൊന്ന്, ദോഹ ഇൻഷുറൻസ് കമ്പനിയിലൊന്ന് പോവുകയാണ് കാർ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കാറൊന്ന് വാഷ് ചെയ്തു. കാർ ഫുള്ളും ഡസ്റ്റായിട്ട് കിടക്കുകയായിരുന്നു, ഒരു വൃത്തിയില്ലാതെ കിടന്നു. അങ്ങനെ ഓട്ടോമാറ്റിക് വാഷാണ് കേട്ടോ ചെയ്യുന്നത്. വക്കൂതിയിൽ നിന്ന് ഓട്ടോമാറ്റിക് വാഷും ചെയ്തിട്ടാണ് പോയത്. എമറൂന ഫ്രണ്ടിലിരുത്തിയിട്ടുണ്ട് അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവനാണെങ്കിൽ അത് നോക്കണമെന്നുണ്ട്. പിന്നെ കാറിൽ ഇപ്പുറത്തെ ഡ്രൈവിംഗ് സീറ്റിൽ പോയിരുന്ന് കാർ ഓടിക്കാൻ വേണ്ടി ഇപ്പോൾ ഭയങ്കര ബഹളമാണ്. കാറിൽ ഇരുത്തി ഇപ്പോൾ അബദ്ധമായി എന്ന് വേണം പറയാൻ. അപ്പോൾ അതിനും കൂടെ ബഹളം കാണിക്കുന്നുണ്ട്. രണ്ടും നോക്കണം, അതും നോക്കണം, വെള്ളം വീഴുന്നതും കാറ് വാഷ് ചെയ്യുന്നതൊക്കെ നോക്കണം. പക്ഷേ അവന് ഇപ്പുറത്തെ മെയിൻ സീറ്റിൽ വന്നിരുന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കാറ് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ കാറൊക്കെ വാഷ് ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് ഇനി
അതുകൊണ്ട് തന്നെ ഇന്ന് അവൻ്റെ മൂഡ് അത്ര ശരിയല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഗരാഷിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അവർ പറഞ്ഞു അരമണിക്കൂറാവും, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ പോയൊന്ന് ചായയൊക്കെ കുടിക്കാമെന്നും പറഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി, ഈവനിങ് ആയിട്ടുണ്ടല്ലോ, ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് അവരുടെ വെയിറ്റിംഗ് ഏരിയ കേട്ടോ, ഈ ഗരാഷിൽ. അപ്പോൾ വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ച് നേരം ഇരുന്നു. അവിടെ ഇരുന്നപ്പം എമറു ഉണ്ട്, ബോധമില്ലാതിരിക്കുകയാണ്, ഉറങ്ങി വന്നതായിരുന്നു. അപ്പോഴത്തേക്കും ഗരാഷ് എത്തിയപ്പോൾ പിന്നെ അവൻ എഴുന്നേൽക്കേണ്ടി വന്നു. അങ്ങനെ ബോധമില്ലാതെ പകുതി ബോധത്തിലിരിക്കുകയാണ്. പിന്നെ അവനെയും കൊണ്ട് നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടി പോകണം. ഇവിടെ തൊട്ടടുത്ത് തന്നെ, ഈ ഗരാഷിനടുത്ത് തന്നെ ഒരു മലയാളി കടയുണ്ടെന്ന് അവിടെയുള്ള സ്റ്റാഫ് തന്നെ പറഞ്ഞു. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല വടയും അതുപോലെ തന്നെ സ്നാക്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. സ്നാക്സും നല്ല അടിപൊളി ചായയായിരുന്നു. ചായയൊക്കെ കുടിച്ചു. നമ്മൾ മേടിച്ചത് ഇത് ക്യാബേജിൽ ഫ്രൈ ചെയ്ത, നമ്മൾ ഉള്ളിവടയില്ലേ, അതുപോലെ ഒരു ക്യാബേജിൽ ഫ്രൈ ചെയ്ത വടയാണ് ഇത്. ഞാനും വീട്ടിൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്. ഞാൻ യൂട്യൂബിലല്ല, ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടാണ് ഈ ഒരു വട ഞാൻ ഉണ്ടാക്കിയത്. എമ്രൂനാണെങ്കിൽ ഫുഡ് കൊടുത്താൽ അവൻ എന്തായാലും കഴിക്കും കേട്ടോ. എന്ത് ഫുഡാണെങ്കിലും ആദ്യം അവന് കൊടുക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. കുറച്ച് ഉഴുന്നുവട വാപ്പ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഉഴുന്നുവടയൊക്കെ കഴിച്ചു. അവന് ഇതിന് മുന്നേ ഞാൻ ഉഴുന്നുവട കൊടുക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നുവട. ഉഴുന്നുവട മാത്രമല്ല, എന്ത് കൊടുത്താലും ഇപ്പോൾ ചോറാണെങ്കിലും എല്ലാം കഴിക്കും. മാഷാഅല്ലാ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം എല്ലാം കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് തിരിച്ച് ഗരാഷിൽ പോയി. അപ്പോൾ പോയപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മുടെ കാറ് റെഡിയായി, പെയിൻ്റ് കഴിച്ച് സ്ക്രാച്ച് ആയെടുത്ത് മാത്രം പെയിൻ്റ് അടിച്ചിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻകംപ്ലീറ്റ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കോമൻറ്റ് ചെയ്യണം. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് ഖത്തർ നാഷണൽ ഡേ ആണ് നാളെ. അതുകൊണ്ട് തന്നെ ലൈറ്റ്സൊക്കെ എല്ലാ ബിൽഡിങ്ങിലും ഉണ്ടായിരുന്നു ഖത്തറിൻ്റെ. അപ്പോൾ സീ യു നെക്സ്റ്റ് വ്ളോഗ്. ബൈ ബൈ, ടേക്ക് കെയർ.